അറിയിക്കേണ്ടത്? 2 മണിയോടെയാണ് ഈ ആക്രി ഗോഡൗണിൽ ആദ്യമായിട്ട് തീ കാണുന്നത്. ഈ തീ കാണുന്നത് ഇവിടുത്തെ ഈ ഗോഡൗണിൻ്റെ തൊട്ടുപിറകിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഉടമയായ അജിയാണ്. അദ്ദേഹമാണ് എല്ലാവരും വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തി. അങ്ങനെ ശരിക്കും കൊച്ചി ഒരു വലിയ ദുരന്തത്തിൻ്റെ മുനയിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. വർക്ക്ഷോപ്പൊക്കെ അടച്ചതിൻ്റെ കിടന്നത്. അപ്പോൾ 2 മണിക്ക് ഞാൻ കിടന്ന ശേഷം അമ്മ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലിട്ട് വന്നു. അപ്പോൾ ഞാൻ പൊട്ടണ സൗണ്ട് ഇട്ടു. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം പൊട്ടി. രണ്ടാമതൊരു പൊട്ടിയപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയപ്പോൾ ബാഗിൽ കത്തന കണ്ടത്. അപ്പോൾ തന്നെ അമ്മേനെ വിളിച്ചിട്ട് ഓടി. ഞാൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചത്. അതെ, അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി. പിന്നെ ആ പ്ലാസ്റ്റിക് കിടക്കുന്ന കാരണം തീ ആളി കത്തുമല്ലോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിന്ന് വന്ന് കിടന്നു കഴിഞ്ഞപ്പം മോന് ലൈറ്റ് പോയപ്പോൾ മോൻ വന്ന് കയ്യെ പിടിച്ചു ഇറങ്ങി ഓടി വാന്നും പറഞ്ഞ്. അപ്പം നോക്കുമ്പം നമ്മളപ്പുറം വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അതാണ് കത്ത് പിടിച്ച് ഭഗവാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കാത്തോളാനും. അതുകൊണ്ട് ഭഗവാൻ കാത്തതാണ്. അതാണ് ശരിക്കും കാത്തതാണ് ഭഗവാൻ. ഗുരുവായൂരപ്പനാണ് എൻ്റെ ഭക്തി. ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് ഞാൻ. ഇപ്പോഴും പുകപടലങ്ങളൊക്കെ തന്നെ കാണാം. വലിയ ഭീതിജനകമായിട്ടൊരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതുങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഒരു ഇടപെടൽ താങ്കൾ ഇതിനകത്ത് നടത്തി. ഇത് ആദ്യം കണ്ടു, നേരെ ഫയർഫോഴ്സിനെ വിളിച്ചു. അതുകൊണ്ടാണ് വലിയൊരു വ്യാപ്തിയിലേക്ക് ഇത് പോയത്. മാത്രമല്ല താങ്കൾ താങ്കളുടെ അമ്മയെ കൂടി ആ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തു. ഒരു മനോധൈര്യം കാട്ടി അല്ലേ? എങ്ങനെയായിരുന്നു ആ സമയം? ഇപ്പോൾ ആദ്യം ഒരു ബ്ലാസ്റ്റ് ചെറുതായിട്ട് കേട്ട്, പിന്നെ രണ്ടാമത്തെ ഒരു വലിയ ബ്ലാസ്റ്റ് വന്നപ്പോഴത്തേന് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി സാധാരണ ഇവിടെ ലോറി കയറി വരും ഈ റെയിൽവേയുടെ ട്രാക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവർ വഴിതെറ്റി വരാൻ ആന്ധ്രക്കാരായതുകൊണ്ട് അവർ വഴിതെറ്റിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ അവിടെ വന്നിട്ട് മുട്ടാറുണ്ട് ആ സ്റ്റോപ്പിൻ്റെ ബോർഡിൽ. അപ്പോൾ ഞാൻ അതാന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേനും അവിടെ കത്തനുണ്ട്. ആ കത്തൽ കണ്ടാലും ഞാൻ അമ്മേനെ വിളിച്ച് അമ്മേനെ കൊണ്ട് കൈ പിടിച്ച് ഓടി. ഞാൻ സൊസൈറ്റിയുടെ അമ്മേനെ കൊണ്ട് ഇരുത്തി. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നു. എല്ലാം പെട്ടെന്ന് വന്നു. അജി വന്ന് അമ്മ വാ ഇവിടെ തീ പിടിക്കണമെന്നും പറഞ്ഞ് എന്നെ വലിച്ച് ആ സൊസൈറ്റിയുടെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അവൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അവരുടെ നല്ല സമയോചിതമായ ഇടപെടൽ മൂലം പെട്ടെന്ന് അവർ വന്നു. പെട്ടെന്ന് തീയണയ്ക്കാനും സാധിച്ചു. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ നമുക്ക് പോയതൊക്കെ നന്നാക്കാൻ അത്രയേ ഉള്ളൂ. അളവായൊന്നും വന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.